വല്ലാത്ത ഇടിയായി പോയി. നാണമില്ലേ ചെറിയ കുട്ടികളുടെ പോലെ ഇന്ന് കരയാൻ? പിന്നെ പ്രിയനടിക്കുമ്പോഴേ കൃത്യമായി ചെന്ന് മോഹം വെച്ചു കൊടുത്തിട്ടല്ലേ? എന്റെ മോഹം കണ്ട ഒരു പാടുമില്ല, അതാണ് കഴിവ്. വെറുതെ എന്നെ ക്ഷമ പരീക്ഷിക്കല്ലേ? ശരി, ഞാൻ പതുക്കെ ചെയ്യാം. ഒന്ന് അടങ്ങി നിക്കടാ, കഴിഞ്ഞു. ഇത്രയും കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്തിട്ടും കൃത്യസമയത്ത് ആ പ്രിയൻ കൈലാഷിനെ രക്ഷിച്ചു. കൈലാഷ് രക്ഷപ്പെടുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാൻ നല്ല ആഴത്തിൽ തന്നെ കുത്തിയത്. അവൻ രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല. ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവൻ തീർന്നോളൂ. വൈകാതെ തന്നെ ഗുഡ് ന്യൂസ് നമുക്ക് കേൾക്കാം. നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും അതെല്ലാം നശിപ്പിക്കാൻ ആ പ്രിയനെത്തും. കൈലാഷിന് പകരം കൊല്ലേണ്ടത് ആ പ്രിയനായിരുന്നു. അവന് 100 വയസ്സാ പ്രിയനെ വിളിക്കുന്നത്. കൈലാഷിനെ കൊല്ലാൻ ശ്രമിച്ചത് നമ്മളാണെന്ന് അവന് മനസ്സിലായി കാണൂ. ഏയ്, അതിനുള്ള സാധ്യതയൊന്നുമില്ല. ഹലോ സർ, ഞാൻ കൈലാഷ് സാറിനെ കാണാൻ പോയപ്പോ മുഖംമൂടി ധരിച്ച് 2 പേര് വന്ന് ഞങ്ങളെ അറ്റാക്ക് ചെയ്തു. അതിലൊരാള് കൈലാഷ് സാറിനെ കുത്തി. എന്താ പ്രിയ പറയുന്നത്? ആരത്? അവരെന്തിനാ നിങ്ങൾ അറ്റാക്ക് ചെയ്ത്? അതൊന്നും എനിക്കറിയില്ല സർ. അദ്ദേഹത്തെ ഞാനിവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. സർജറി നടത്തണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞാൻ കുറെ വിളിച്ചു നോക്കിയിട്ടും PKR സാർ കോൾ എടുക്കുന്നില്ല. സാറിന് PKR സാറിനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റുമോ? ശരി, എൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ നമ്പർ ഉണ്ട്. ഞാനിപ്പോൾ തന്നെ കാര്യം വിളിച്ച് പറയാം. പ്രിയൻ ടെൻഷൻ അടിക്കണ്ട, ഞാനിപ്പോൾ തന്നെ എത്താം. ആ ശരി സാർ. അവൻ എന്താ പറഞ്ഞത്? നീ പറഞ്ഞ തന്നെയാ ശരി. കർണന്റെ കവചകുണ്ടലം പോലെ പ്രിയൻ എന്തെങ്കിലും ചെയ്ത് കൈലാഷിനെ രക്ഷിക്കും. എനിക്കവനെ കുത്തിക്കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. ഇപ്പോഴും കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പോയിട്ടില്ല. നീ ആശുപത്രി ചെന്ന് അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അന്വേഷിക്കുക. കൈലാഷ് ആശുപത്രി വെച്ച് മരിക്കുകയാണെങ്കിൽ കുറ്റം പ്രിയന്റെ തലയിലല്ലേ വീഴൂ. ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. ഞാൻ സർജറിയിലായിരുന്നതുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ വൈകിട്ട് അപ്പോയിൻമെന്റ് തരാം. ഓക്കെ, താങ്ക് യു. ഡോക്ടർ, കൈലാഷ് സാറിന് ഇപ്പം എങ്ങനെയുണ്ട്? സർജറി നല്ല രീതിയിൽ നടന്നു. നിങ്ങൾ കൃത്യസമയത്ത് തന്നെ കൈലാഷിനെ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ടാണ് അയാളെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയത്. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റുമോ? ഇപ്പം വേണ്ട. കൈലാഷിന് ബോധം തെളിഞ്ഞിട്ടില്ല. അയാൾ കണ്ണ് തുറന്നാൽ ഉടനെ ഞാൻ പ്രിയനെ അറിയിക്കാം. അയ്യോ, പ്രിയഞ്ചേട്ടന് കാര്യമായി പരിക്കുണ്ടല്ലോ. അതൊന്നും സാരമില്ല. പാറു എന്നോട് എല്ലാം പറഞ്ഞു. അത് കേട്ടത് മുതല് എന്റെ കാല് നിലത്ത് ഉറക്കുന്നില്ല. കൈലാഷിന് ഇപ്പൊ എങ്ങനെയുണ്ട്? സർജറി നല്ല രീതിയിൽ നടന്നു ഡോക്ടർ ഇപ്പൊ പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞ കൈലാഷ് സാറിന് ബോധം തെളിയും. ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടു. PKR സാറിനെ വിളിച്ചിട്ട് കിട്ടിയോ? ഇല്ല, എന്റെ കയ്യില് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ നമ്പർ മാത്രമേ ഉള്ളൂ.
അതിൽ വിളിച്ചിട്ട് അതേ എടുക്കുന്നുമില്ല. ഞാൻ വിളിച്ചു നോക്കാം. വേണ്ട മാഡം, ഞാൻ അരവിന്ദ് സാറിനെ വിളിച്ച് കാര്യം അറിയിച്ചിട്ടുണ്ട്.